പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ജീവനക്കാർ രാജ്യവ്യാപക പണിമുടക്ക് സമരത്തിലാണ്. 5 മാസമായി ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അവശ്യ സേവന വിഭാഗം അടക്കമുള്ള ജീവനക്കാർ പണിമുടക്കുന്നത്. പ്രതിസന്ധിയുടെ കാരണം ജീവനക്കാരോട് വിശദീകരിക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു കാലത്ത് രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനിലെ ജീവനക്കാരാണ് ജീവിതം വഴിമുട്ടിയതോടെ സമരരംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായത്. വിവിധ സംസ്ഥാനങ്ങളിലായി നൂലും തുണിയും ഉൽപ്പാദിപ്പിക്കുന്ന 23 മില്ലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളാണ് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ അഥവാ NTCക്ക് ഉള്ളത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കുമൊപ്പം അടച്ചതാണ് NTC. കോവിഡ് മാറി ജനജീവിതം സാധാരണ നിലയിൽ ആയെങ്കിലും NTC പിന്നീട് തുറന്നിട്ടില്ല. സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന പേരിലാണ് ഈ അടച്ചുപൂട്ടൽ തുടർന്നത്. എന്നാൽ മില്ലുകളിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികൾക്ക് 50% സമാശ്വാസ വേതനവും അവശ്യ സേവന ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും നൽകി വന്നു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ അതും നിലച്ചു. 5 മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് അവശ്യ സർവീസിൽ ഉൾപ്പെട്ട ജീവനക്കാർ. We are protesting because since last 5 months we have not received salary payment. 10,000 families are suffered due to same. ശമ്പളം കൃത്യമായി നൽകുക, NTC മില്ലുകൾ ഉടൻ തുറന്നു പ്രവർത്തിക്കുക, പിരിഞ്ഞുപോയ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ഡൽഹി സ്കോപ്പ് കോംപ്ലക്സിലുള്ള NTC ആസ്ഥാനത്തുൾപ്പെടെ രാജ്യത്ത് എല്ലാ കേന്ദ്രങ്ങളിലും വേതനത്തിനായി ജീവനക്കാർ പ്രതിഷേധം ആരംഭിച്ചിട്ടും അധികൃതരിൽ നിന്നും യാതൊരു വിശദീകരണവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ അതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ചെയർമാൻ ഡയറക്ടറെയും കാണണം, കൂടാതെ മിനിസ്റ്ററെ കാണാനുള്ള ഒരു ശ്രമത്തിലും കൂടിയാണുള്ളത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ജെന്യൂനായിട്ടുള്ള ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സദേൺ റീജിയനിൽ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ളത്. ഈ പ്രതിസന്ധിയിലൂടെ കേരളത്തിൽ 400 ഏക്കർ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി NTCയുടെ പേരിലുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉൾപ്പെടെ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. കോവിഡിന് ശേഷം മറ്റെല്ലാ മേഖലകളും സാധാരണ നിലയിൽ ആയെങ്കിലും കടുത്ത പ്രതിസന്ധിയിലാണ് നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനിലെ ജീവനക്കാർ. ഇവരുടെ പ്രതിസന്ധിക്ക് കാരണം വിശദീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടുമില്ല. സ്കോപ്പ് കോംപ്ലക്സിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.